അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോ. ഒരു നിമിഷം ദ്വേഷം എന്നെച്ചില്ലേ. മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങിയ മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവസാനത്തുള്ളി ചോര വരെയും എനിക്ക് നിങ്ങൾക്കുമായി ഊറ്റിത്തന്ന് നിങ്ങളുടെ പാപത്തിനു വേണ്ടി, നമ്മുടെ രോഗത്തിനു വേണ്ടി, നമ്മുടെ ശാപത്തിനു വേണ്ടി, നമ്മുടെ ദാരിദ്ര്യത്തിന് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് എനിക്ക് നിങ്ങൾക്കും വേണ്ടി മൂന്നാം ദിവസം കല്ലറകളെ പൊളിച്ച്, മരണത്തെ പൊളിച്ച്, പാതാളത്തെ പൊളിച്ച് ഉയർത്തെഴുന്നേറ്റുന്നും ജീവനോടെ കർത്താവിൻ്റെ വലതുഭാഗത്ത് നമുക്കും എനിക്ക് നിങ്ങൾക്കും വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുമ്പോൾ കർത്താവിന് എത്ര പേർക്ക് വായ്കളെ തുറന്ന് നന്ദി പറയാൻ കഴിയും? ഒരു യോഗ്യതയുമില്ലാതെ ഒരു ചരിത്രവും നമ്മളെപ്പറ്റി പറയാനില്ലാതെ ഇരുന്ന സാഹചര്യങ്ങൾ
കർത്താവ് എന്നെ നിങ്ങളൊരു ചരിത്രമാക്കി, ചരിത്രത്തിൻ്റെ ഭാഗമാക്കി നിർത്തിയിരിക്കുമ്പോൾ കാഹളങ്ങൾ ധ്വനിക്കുമ്പോൾ മേഘാരൂഢനായി അറുക്കപ്പെട്ട കുഞ്ഞാട് മേഘങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിനോടൊപ്പം പറന്നു പോകാൻ എത്ര പേർ വിശുദ്ധിയോടും വേർപാടോടും കൂടെ പ്രത്യാശയോടെ ആയിരിക്കുന്നെന്ന് ഞാനും നിങ്ങളൊന്നും ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾ സ്വയമായി ഒന്ന് ശോധന ചെയ്താട്ടെ. കർത്താവിൻ്റെ വരവ് എപ്പോൾ വേണോ സംഭവിക്കാം. ലോക സംഭവങ്ങൾ അതിന് തെളിവാണ്. കർത്താവിന് രക്തം കൊടുത്ത് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ എത്ര പേർ ഒരുങ്ങിയിരിക്കുന്നു? നിങ്ങളെ തന്നെ നിങ്ങളുടെ ഉള്ളങ്ങളൊന്ന് ശോധന ചെയ്താട്ടെ. നിങ്ങളെ തന്നെ പൂർണ്ണമായി മുഴുവനായി കഴിഞ്ഞ നിമിഷം വരെ ചെയ്തത് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞാട്ടെ. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവ് മേഘാരൂഢനായി വരുമ്പോൾ ഞാനും നിങ്ങൾ തള്ളപ്പെട്ടു പോകുവാൻ ഇടവരാതെ വണ്ണം കർത്താവിന്റെ സന്നിധിയിൽ ഉറപ്പും ധൈര്യത്തോടും പ്രത്യാശയോടും ആയിരിക്കാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. അങ്ങനെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു ഗാനം കൂടെ പാടി ഒരു ആരാധന കൊടുക്കാം. എല്ലാവരും കളങ്ങളടിച്ച് ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാഹളമെന്ന കെട്ടിട, കാലമേറെയില്ലല്ലോ കാഹളമെന്ന കെട്ടിട. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ, ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ, ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെയില്ലല്ലോ കാഹളമെന്ന കെട്ടിട, കാലമേറെയില്ലല്ലോ കാഹളമെന്ന കെട്ടിട. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും,
യേശുനാമത്തിൽ ഇനി ഭീതിയില്ല, ജയം നമുക്കവകാശമേ. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ ഇനി ഭീതിയില്ല, ജയം നമുക്കവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം കേട്ടിടാം, കാലമേറെ ഇല്ലല്ലോ കാന്തൻ വരാറാ നാമും പോകാറാ, കാന്തൻ വരാറാ നാമും പോകാറാ. ശാപങ്ങൾ തകർന്നിടും യേശുവിൻ്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ശാപങ്ങൾ തകർന്നിടും യേശുവിൻ്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം കെട്ടിട, കാലമേറെ ഇല്ലല്ലോ കാന്തൻ വരാറാ നാമും പോകാറാ, കാന്തൻ വരാറാ നാമും പോകാറാ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്, സാത്താനോട് എതിർത്തിടാം ദൈവജനമേ ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്, സാത്താനോട് എതിർത്തിടാം ദൈവജനമേ ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം കെട്ടിട, കാലമേറെ ഇല്ലല്ലോ കാന്തൻ വരാറാ നാമും പോകാറാ, കാന്തൻ വരാറാ നാമും പോകാറാ. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ ഇനി ഭീതിയില്ല, ജയം നമുക്കവകാശമേ. ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ ഇനി ഭീതിയില്ല, ജയം നമുക്കവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം കെട്ടിട, കാലമേറെ ഇല്ലല്ലോ കാഹളം കെട്ടിട, കാന്തൻ വരാറാ നാമും പോകാറാ, കാന്തൻ വരാറാ നാമും പോകാറാ. ശാപങ്ങൾ തകർന്നിടും യേശുവിൻ്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ശാപങ്ങൾ തകർന്നിടും യേശുവിൻ്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം കെട്ടിട, കാലമേറെ ഇല്ലല്ലോ കാഹളം കെട്ടിട, കാന്തൻ വരാറാ നാമും പോകാറാ, കാന്തൻ വരാറാ നാമും പോകാറാ. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടറാം തൻ്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തൻ്റെ വേലയെ തികച്ചു നാം. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടറാം തൻ്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തൻ്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം കെട്ടിട, കാലമേറെ ഇല്ലല്ലോ കാഹളം കെട്ടിട, കാന്തൻ വരാറാ നാമും പോകാറാ, കാന്തൻ വരാറാ നാമും പോകാറാ. കാലമേറെ ഇല്ലല്ലോ കാഹളം കെട്ടിട, കാലമേറെ ഇല്ലല്ലോ കാഹളം കെട്ടിട, കാന്തൻ വരാറാ നാമും പോകാറാ, കാന്തൻ വരാറാ നാമും പോകാറാ. കാലമേറെ ഇല്ലല്ലോ കാഹളം കെട്ടിട, കാലമേറെ ഇല്ലല്ലോ കാന്തൻ വരാറാ നാമും പോകാറാ, കാന്തൻ വരാറാ നാമും പോകാറാ. കാലമേറെ ഇല്ലല്ലോ കാഹളം കെട്ടിട, കാലമേറെ ഇല്ലല്ലോ കാന്തൻ വരാറാ നാമും പോകാറാ, കാന്തൻ വരാറാ നാമും പോകാറാ. കാലമേറെ ഇല്ലല്ലോ കാഹളം കെട്ടിട, കാലമേറെ ഇല്ലല്ലോ കാഹളം കെട്ടിട, കാന്തൻ വരാറാ. പ്രിയാന്താശരി വൈഡം ചാരം രഗതം രഗതം
Oribara bala 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 shudavara gadara gadam Reyandorolo shudara dhara dhara Dirala durala durolo Vaidara dhara shudamana vaidavara jagara jagare jabala Shamdara dhurala dharala Reyando seteri vaidam dharam ragadam ragadam jibili bili 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 Laboro seteri vaidam dharam ragadam ragadam jibili ragade Rimono seteri vaidavara ragadara ragade rabala Seteri vaidam dharam ragadam 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 Rikorolo robo roto Chudalada dhiralade riboloro Vaidam dharam ragadam ragadam jibili bili 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 Ragadara mana shudabala vaidavara jagara jagara dabalam Rikoro toro dhura dhara dhira bala Varibala bala shamdara shudamana ragadaga ragadara vaidam dharam ragadam ragadam Riyando seteri vaidavara ragadara bala Varimana bala bala shudabala vaidam dharam ragadam 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 jibile jibile Rikara seteri vaidam dharam ragadam 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 Riyando shudara dhara dhara ribala bala bala shudabala ragadaga ragadara vaidam dharam ragadam Rikara dhara dhara la dhura bala rimana shudabala ragadaga ragadara vaidam dharam Ribolo shudara dhara dhara dhirala da Riyando seteri vaidam dharam ragadam 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 jibili bili 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 Riyando seteri ribala bala shamdara bala shudara dhara dhirala durolo duro ribala bala bala shudabala ragadaga ragadara vaidam dharam ragadam Riyando seteri bolo Rimana shamdara shudamana ragadaga ragadara vaidam dharam ragadam Labro seteri bolo rigadaga ragada ribala ribala Riyandara dhara dharala Nugangale tagarkuvan കഴിയുന്ന ഒരു അഭിഷേകം നുകങ്ങളെ പൊളിക്കുന്ന ഒരു അഭിഷേകം അന്യബന്ധനങ്ങളെ തകർക്കുന്ന ഒരു അഭിഷേകം Labro seteri galkarala Radurolo rodurolo bo Ladal praidavara shudamana galkarala ചിലതിന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കുന്ന ഒരു അഭിഷേകം Labro seteri boloro Riyandara lavara judara dharala ba Rimana la riyanderia Labro seteri boloro roto Riyanderia vaidam charamala riyandoro lobo Jibariyanderia Labro seteri kara dharalaba Labra seteri yanderi Labro seteri yandara labara judabala ragada ragadara laba ഈ സീസണിൽ ചിലതിന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കുവാൻ ചിലതിന്റെ അടിസ്ഥാനങ്ങളെ പൊളിക്കുവാൻ കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ്. റോഡിൽ കൂടെ പോലെ നിങ്ങൾക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ
നിങ്ങൾ പോകുമ്പോൾ ചിലതിന് അടങ്ങിയിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവിക അസാധാരണമായ സാന്നിധ്യം, അസാധാരണമായ ദൈവിക അഭിഷേകം ചിലരുടെ ഉള്ളങ്ങളിൽ ഒരു തീ കത്തുന്നത് പോലെ അങ്ങനെ കത്തിത്തുടങ്ങുന്നവർ പ്രാർത്ഥിച്ചാട്ടെ, അതിനെ സ്വീകരിച്ചാട്ടെ. അതിന് ദൈവം നിന്നെയാണ് കണ്ടിരിക്കുന്നത്. Thank you, Father. Thank you, Father. Thank you, Father. അപ്പാ, ഞങ്ങളെ സഹായിക്കണം. അപ്പ ഞങ്ങളോട് കൂടെ ഇരിക്കണം. ചിലരെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നടക്കു നേടാൻ കഴിയാത്ത ചിലതിനെ ഒരപ്പൻ ഇറങ്ങി വന്ന് കൈ പിടിച്ച്, വാ മകനെ, വാ മകളെ എന്ന് വിളിച്ചുകൊണ്ട് നിനക്ക് എത്താൻ കഴിയാത്തയിടത്ത് നിന്നെ നടത്തി കൈ പിടിച്ച് കൊണ്ടുപോയി അപ്പാ, അങ്ങയുടെ സ്നേഹം ഈ ജനത്തിന്റെ മേൽ വീഴട്ടെ. തളർന്നു പോകുമ്പോഴും മടുത്തു പോകുമ്പോഴും, ഇല്ല മകനെ, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഇല്ല മകളെ, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയുന്ന ശബ്ദം ഇവർ കേൾക്കത്തക്ക രീതിയിൽ എൻ്റെ അപ്പായുടെ കരം ആകുമ്പോൾ തോളതിൽ വഹിച്ചു ലാളിച്ചു നടത്തും അപ്പനെ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ചു ലാളിച്ചു നടത്തും അപ്പനെ. അങ്ങേക്കാൾ വേറെയൊന്നിനെ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെ സ്നേഹിക്കില്ല യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെ സ്നേഹിക്കില്ല യേശുവേ.
ആകുമ്പോൾ തോളതിൽ വഹിച്ചു ലാളിച്ചു നടത്തും അപ്പനെ. അത് കണ്ടുകൊണ്ട് പാടിക്കേ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ചു ലാളിച്ചു നടത്തും അപ്പനെ. അങ്ങേക്കാൾ വേറെയൊന്നിനെ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെ സ്നേഹിക്കില്ല ഞാൻ. കർത്താവേ, സാന്നിധ്യത്തിനായി നന്ദി, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി. ഞങ്ങൾ തളർന്നു പോകുമ്പോഴും മടുത്തെന്ന് തോറി ഞങ്ങൾ മാറി നിൽക്കുമ്പോഴും അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ വീണ്ടും 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 ഞങ്ങളെ ഉത്സാഹിപ്പിച്ച് ഞാൻ കൂടെ ഉണ്ടടാ എന്ന് പറഞ്ഞ് ഞങ്ങളെ വഴി നടത്തുന്ന അപ്പായെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു പിതാവേ. ഈ ലോകത്ത് എന്ത് നേടാൻ കഴിഞ്ഞാലും അങ്ങയുടെ സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല പിതാവേ. അങ്ങ് കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല അപ്പ. അങ്ങുമായി പിരിയാത്തൊരു ബന്ധം ഞങ്ങളിൽ ഉണ്ടാകട്ടെ. അങ്ങിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സെക്കൻഡ് പോലും ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാതെ വണ്ണം അങ്ങുമോ ഒരു ആത്മബന്ധത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ വലിച്ചുകൊണ്ട് പോകണമേ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ട് കടപ്പാൻ കഴിയാത്ത വിധത്തിലുള്ള ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് അങ്ങ് ഞങ്ങളെ കൊണ്ടുപോകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വഴി നടത്തുന്ന കൃപയ്ക്കായി നന്ദി. തുടർന്നും ഞങ്ങളെ നടത്തണമേ. അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ എങ്ങനെയൊക്കെ തൻ്റെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നുവോ അതിനേക്കാൾ ഞങ്ങളെ കാക്കണമേ പിതാവേ. അങ്ങയുടെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. അക്കാരങ്ങളെ അടിച്ച് കത്താനൊന്ന് മൊത്തം കൊടുത്താട്ടെ. ഇപ്പോൾ നിൽക്കുമ്പോൾ ബ്രദർ പ്രശാന്ത് മുന്നോട്ട് കടന്നു വന്ന് സങ്കീർത്തനങ്ങൾ ഒരു ഭാഗം വായിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും. അതിനുശേഷം സിസ്റ്റർ രാജി മുന്നോട്ട് കടന്നു വന്ന് മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങളെ നയിക്കുന്നതായിരിക്കും. സങ്കീർത്തനങ്ങൾ 92 സങ്കീർത്തനം. അത് പ്രതിവാക്യമായി നമുക്ക് വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായവളെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതും നല്ലത്. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയതായിരിക്കുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. ദുഷ്ടന്മാർ പുല്ലുപോലെ
മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. യഹോവയെ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എൻ്റെ കണ്ണു എൻ്റെ ശത്രുക്കളെ കണ്ടും എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കേട്ടും രസിക്കും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. ഈ 92-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു പാട്ടാണ്. സങ്കീർത്തനം എന്ന് പറഞ്ഞൊരു കീർത്തനമാണ്. പാടുന്ന രാഗത്തിലാണ് ഓരോ സങ്കീർത്തനങ്ങളും ചെയ്തിട്ടുള്ളത്. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ 3 കാര്യങ്ങളാണുള്ളത്. 1, യഹോവയെ ആരാധിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. 2, നീതിമാൻ അവൻ്റെ പ്രത്യേകതകൾ. 3, ദുഷ്ടന്മാരുടെ പ്രത്യേകതകൾ. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, നീതിമാനായിരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലം. ഇതിൽ ആദ്യത്തെ വചനങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞത് നമ്മൾ എന്തിനാണ് യഹോവയെ ആരാധിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് പറയുന്നത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിൻ്റെ നാമത്തെ കീർത്തിക്കുന്നതും. അതായത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുക, എല്ലാ കാര്യങ്ങൾക്കും സ്തോത്രം ചെയ്യുക, അവൻ ചെയ്ത നന്മകൾക്ക് സ്തുതിക്കുക, കർത്താവിൻ്റെ നാമത്തെ, മഹത്വത്തെ നമ്മൾ കീർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നാവ് കൊണ്ട് പറയുക 1. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് കീർത്തിക്കുക. 2 രീതിയിലും കർത്താവിൻ്റെ നാമത്തെ നമുക്ക് കീർത്തിക്കാം. അതോടൊപ്പം എങ്ങനെ കീർത്തിക്കാം? 10 കൊമ്പിയുള്ള ഒരു സംഗീത ഉപകരണം, നമുക്കുള്ള വീണയോ കിന്നരമോ ഉള്ള സംഗീത ഉപകരണം ഉപയോഗിച്ച് എന്തായി കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഉച്ചത്തിൽ കീർത്തിക്കാം. അതുപോലെ തന്നെ കർത്താവ് നമ്മുടെ പകൽ എന്ത് ചെയ്യണം? പകൽ നമ്മളെ കർത്താവ് നടത്തിയ ദയയെ ഓർത്ത് നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ തലേ ദിവസം കർത്താവിൻ്റെ ഒരു ദിവസം കൂടെ കർത്താവ് നമ്മെ നിലനിർത്തിയ ആ കർത്താവിൻ്റെ വലിയ ദയയെക്കുറിച്ച് നമ്മൾ കീർത്തിക്കണം. രാത്രിയിൽ എന്ത് ചെയ്യണം? കർത്താവ് ഇന്ന് പകൽ നടത്തിയ വിശ്വസ്തത നടത്തിയത് നമ്മൾ എന്ത് ചെയ്യണം? വർണ്ണിക്കണം. അങ്ങനെയാണ് നമ്മുടെ കർത്താവിനെ എന്ത് ചെയ്ത് സ്തുതിക്കേണ്ടത്. ഇവിടെ അത് എന്തുകൊണ്ടാണ് നമ്മൾ സ്തുതിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ മേഖലയിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നെന്തിനാണ് വർഷിപ്പ് ലീഡേഴ്സ് എന്തിനൊക്കെയാണെന്ന് പറഞ്ഞ് വിമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ കർത്താവിനെ സ്തുതിക്കണം, കീർത്തിക്കണം. കർത്താവിൻ്റെ ദയയും വിശ്വസ്തതയും കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സ്തുതിക്കണം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? സംഗീതം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ലഭ്യമായിട്ടുള്ള സംഗീതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് കർത്താവ് ഇതിലൂടെ പറയുന്നത്. പലപ്പോഴും നമ്മളിത് ചെയ്യുന്ന ഈ സ്തുതിക്കുക എന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൈയടിച്ച് സ്തുതിക്കുക, ആരാധിക്കുക, പ്രാർത്ഥിക്കുക, സംഗീത ഉപകരണം ഉപയോഗിക്കാവുന്നവരാണ് സംഗീത ഉപകരണം ഉപയോഗിക്കുക, ഉച്ചത്തിൽ എന്ത് ചെയ്യുക? കർത്താവിനെ സ്തുതിക്കുക. കാരണം എന്താണ് സ്തുതിക്കേണ്ട കാരണം? കർത്താവ് മഹാശക്തനാണ്. നമ്മളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന, ഈ ഭൂമി മുഴുവൻ പരിപാലിക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞാൽ മഹാശക്തനാണ്. അപ്പോൾ ആ ശക്തനെ നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യവും ശക്തിയും ഉപയോഗിച്ച് എന്ത് ചെയ്യുക? നമ്മൾ കർത്താവിനെ സ്തുതിക്കുക എന്നുള്ള നമ്മുടെ പ്രാഥമികമായ ഒരു ഉത്തരവാദിത്തമാണ്. 1. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നീതിമാൻ? അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, നീതിമാൻ എന്ന് പറഞ്ഞത് യഹോവയുടെ പാതയിൽ നടക്കുന്ന വ്യക്തിയാണ്. അവന് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞത്, ലെബാനോനിലെ നീതിമാൻ പന പോലെ തഴയ്ക്കും. പനയെക്കുറിച്ച് നമുക്കറിയാം. പന വളരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമി അല്ലെങ്കിൽ ജലാംശം കുറഞ്ഞ വരണ്ട പ്രദേശത്താണ് പന വളരുന്നത്. ആ പനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള വൃക്ഷങ്ങൾക്കൊന്നും മറ്റുള്ള ചെടികൾക്കൊന്നും അവിടെ വളരാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജലത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ വളരെ താഴെയാണ്. ജലത്തിൻ്റെ അളവ് ആ മണ്ണിന് വളരെ അടിത്തട്ടിലാണ്. അത്രയും വേര് ആഴത്തിൽ വളരുന്ന ചെടിക്ക് മാത്രമേ അവിടെ നിന്ന് ജലം ശേഖരിക്കാൻ പറ്റുകയുള്ളൂ. ഈ പനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആഴത്തിൽ അതിൻ്റെ വേര്, ഏത് ആഴത്തിലാണോ ജലാംശം ഉള്ളത് അവിടെ വരെ പോയി ജലം എടുത്ത് വളരുവാൻ ഈ പനയ്ക്ക് കഴിയും. അതായത് പ്രതികൂല സാഹചര്യങ്ങളിലും പനയ്ക്ക് വളരുവാൻ കഴിയും. വളരുക എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ വളരുവാനല്ല, തഴച്ച് വളരുവാൻ കഴിയും. അപ്പം നീതിമാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നീതിമാൻ അവൻ്റെ ചുറ്റിലുമുള്ള സാഹചര്യം എന്താണെന്നുള്ള അവന് പ്രശ്നമല്ല. എത്ര പ്രതികൂലമായാലും ദൈവസന്നിധിയിൽ നീതിയോടുകൂടി വളരുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യും? ഏത് സാഹചര്യത്തിലും, പ്രതികൂല സാഹചര്യമായാലും എന്ത് ചെയ്യും? പന പോലെ തഴച്ച് ഒരുപാട് പേർക്ക് ഫലം കൊടുക്കുന്ന
ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ട് സാധിക്കും. ലെബാനോനിലെ ദേവദാരുവിനെ കുറിച്ച് പറഞ്ഞാൽ മറ്റൊരു കാര്യമാണ്. ദേവദാരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ലെബനോനിലെ ആ പ്രദേശത്ത് ഗൾഫ് നാടുകളിലെ ഏറ്റവും വിലയേറിയ ഒരു വൃക്ഷമാണ് ദേവദാരു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തുള്ള രാജാവിൻ്റെ കൊട്ടാരം പോലുള്ള വലിയ സ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വൃക്ഷമാണ് ദേവദാരു എന്ന് പറയുന്നത്. അപ്പം ആ ദേവദാരു എന്ന് പറയുന്ന അത്രയും വിലയുള്ള ഒരു വൃക്ഷമായി കർത്താവ് എന്ത് ചെയ്യും? നീതിമാനെ മാറ്റും. അതുപോലെ ഒരു കാര്യം കൂടെ, അവൻ എന്ത് ചെയ്യും? അവന് അങ്ങനെ നീതിമാനാകുന്നു മാത്രമല്ല, യഹോവയോട് അവൻ പറ്റിച്ചേരുന്ന വ്യക്തികൾക്ക് വാർദ്ധക്യത്തിലും അവരെന്ത് ചെയ്യും? ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവൻ്റെ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യും? കർത്താവിന് ഫലം കായ്ച്ച് കർത്താവിൻ്റെ ആ ഒരു സന്നിധിയിലായിരിക്കുകയും ചെയ്യും. ഇനി ദുഷ്ടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ദുഷ്ടൻ ഇതിൻ്റെ എതിരാണ്. നീതിമാൻ പന പോലെ തഴയ്ക്കും, എന്നാൽ ദുഷ്ടന്മാരെന്ത് ചെയ്യില്ല? പുല്ലുപോലെ മുളയ്ക്കും, എന്നാൽ അത് പിന്നത്തേതിൽ എന്ത് ചെയ്യും? നശിച്ചു പോകും. പുല്ല് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എന്ത് ഭംഗിയോടെ വളരുന്നു, എന്ത് തഴച്ച് വളരുന്നു. പക്ഷേ എന്ത് ചെയ്യും? അവൻ കുറച്ച് ദിവസമേ കാണും, ഒരാഴ്ച അല്ലെ 2 ആഴ്ച കഴിയുമ്പോൾ ഒന്നുകിൽ ആളുകൾ ചവിട്ടി അതെന്ത് ചെയ്യും? നശിപ്പിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ഉണങ്ങിപ്പോകും, എന്തെങ്കിലും അത് നശിച്ചങ്ങ് പോകും. ഇതാണ് ദുഷ്ടൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? എപ്പോഴും കർത്താവ്, കാരണം നമ്മളെപ്പോഴും നീതിമാനായിരിക്കണം, കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം, കർത്താവിനെ സ്തുതിക്കണം. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നേരുള്ളവനാണ്, അവനിൽ എന്തില്ല? നീതികേടില്ല. നീതിയുടെ പൂർണ്ണമായ രൂപമാണ് കർത്താവ്. അപ്പോൾ നമ്മൾ ആ കർത്താവിനോട് കൂടി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ സ്തുതിക്കണം. അങ്ങനെ നമ്മൾ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ സങ്കീർത്തന പ്രഭാവത്തിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ അവരെ സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ആരും തന്നെ അലക്ഷ്യതയോടുകൂടെ ഇന്ന് പകൽക്കാലം ആയിരിക്കാതെ വേണം എല്ലാവരും കണ്ണുകളെ അടച്ച് സ്തുതിയോടുകൂടി സ്തോത്രത്തോടുകൂടി കർത്താവിനെ ഈ പകൽക്കാലം മഹത്വപ്പെടുത്താം. നമ്മുടെ ആവശ്യങ്ങൾ ഈ സമയം ദൈവസ്ഥലിൽ അറിയിപ്പാം. ദൈവം ദാനമായി നൽകിയ നമ്മുടെ ആലയം, അതിനകത്ത് കർത്താവ് കൂട്ടിവരുത്തിയ വിശ്വാസികൾ ഓരോരുത്തരെയും ഒരു നിമിഷം ദൈവസ്ഥലിൽ ഏൽപ്പിക്കാം. നമ്മുടെ അഭിഷിക്തനെയും കുടുംബത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് അല്പസമയം വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹവും ശാന്തവുമേറിയ പകൽവേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വീണ്ടും ഒരു ശബത്ത് ദിവസം കൂടെ കാണുവാൻ തക്കവണ്ണം ആമീൻ കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ ആലയത്തിൽ കടന്നു വന്ന അല്പസമയം കർത്താവേ, അപ്പ പിതാവേ എന്ന് വിളിപ്പാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ തിരുസലിൽ അറിയിപ്പാൻ തക്കവണ്ണം ഈ പകൽക്കാലം ഞങ്ങൾക്കായി എൻ്റെ കർത്താവ് വേർതിരിച്ചെന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നത. അനേകായിരങ്ങൾ ഒരു നിമിഷം കർത്താവേ ആമീൻ കർത്താവ് ലഭിപ്പാൻ ആഗ്രഹിച്ചിട്ടും ലഭിക്കാതെ വണ്ണം നാഥ, വിവിധ ഇടങ്ങളിൽ കർത്താവെ ഭാരത്തോടും വേദനയോടും രോഗാവസ്ഥയിലൊക്കെയും ആയിരിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും എൻ്റെ കർത്താവെ മുന്നമേ കണ്ട കൃപയ്ക്കായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ആലയത്തിൽ ഞങ്ങളെ കൂട്ടി ഉയർത്തിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്ന പരിശുദ്ധാത്മാവേ, കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം എൻ്റെ കർത്താവ് കരുതിയ വിധങ്ങൾക്കായിട്ട് നന്ദി പറയുന്ന പരിശുദ്ധനെ സ്തുതിക്കുന്നാഥ. നൽകിയ എല്ലാ നന്മകൾക്കായിട്ടും നന്ദി പറയുന്ന കർത്താവെ, നടത്തിയ വഴികൾക്കായി നന്ദി പറയുന്ന പരിശുദ്ധാത്മാവെ, കരുതിയ വിധങ്ങൾക്കായി എൻ്റെ കർത്താവെ ഞങ്ങളങ്ങേ ഒരുമിച്ച് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നാഥ. ഇതുവരെയും എൻ്റെ കർത്താവ് പുലർത്തിയല്ലോ നാഥ, വീണ്ടും ഒരു ഞായറാഴ്ച ദിവസം കൂടെ കാണുവാൻ അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് ഞങ്ങളെ ഒരുക്കിയതിനെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നാഥ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിൽ എൻ്റെ കർത്താവ് ഇറങ്ങി വന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പരിശുദ്ധാത്മാവേ, ആമീൻ കർത്താവെ, നിന്നെ ആരാധിപ്പാനായി വാഞ്ചയോടുകൂടി ഇതിനകത്ത് കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ട മക്കളെയും എൻ്റെ കർത്താവ് ഈ പകൽക്കാലം ആമീൻ നിറഞ്ഞ പാത്രങ്ങളാക്കി മടക്കി അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആര് തന്നെ വന്ന അവസ്ഥയിൽ മടങ്ങിപ്പോകുവാൻ തമ്പുരാൻ അനുവദിക്കാതെ വണ്ണം ഇന്ന് പകൽക്കാലം വലിയൊരു ആമേൻ വിടുതൽ പ്രാപിച്ചുകൊണ്ട് കർത്താവെ, ആമേൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവ് ഈ ഭാഗത്തു നിന്ന് പോകുവാൻ തക്ക നിലവാരത്തിൽ കർത്താവ് ഓരോ മക്കളെയും ആമേൻ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ. ആമേ, മനുഷ്യർക്ക് അസാധ്യമെങ്കിലോ ദൈവത്തിന് സകലവും സാധ്യമെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അസാധ്യമെന്ന് കരുതുന്ന വിഷയങ്ങളുടെ മധ്യേ കർത്താവിൻ്റെ വലിയ ആമേ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ആമേൻ അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേ ദൈവമേ, അങ്ങയുടെ വല്ലവത്തുമുള്ള കരം ചലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിനകത്ത് കർത്താവേ ദൈവമേ, അങ്ങയുടെ വല്ലവത്തുള്ള സാന്നിധ്യം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ, അതായത് ഇതിനകത്തായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളും അനുഭവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, അഭിഷേകത്തോടു കൂടെ കർത്താവേ ഇന്ന് പകൽക്കാലം ഈ ജനം കർത്താവിനെ ആരാധിപ്പാൻ സഹായിക്കണമേ. ആമേൻ, മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ട് കടപ്പാൻ കഴിയാത്ത വലിയൊരു ജീവജല നദി ഇതിനകത്തുനിന്ന് ആമേൻ പുറപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ.
അത് ഞങ്ങൾ ഓരോരുത്തരും അനുഭവിപ്പാൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും വൃഥാ പോകുന്നവരല്ല കർത്താവേ. ഈ പകൽക്കാലം കർത്താവിൻ്റെ സ്ഥലത്ത് നിന്നും എന്തെങ്കിലും പ്രാപിച്ച് മടങ്ങിപ്പോകുന്ന അളവിൽ ഈ ജനത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം കർത്താവെ രോഗത്തോടുകൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരത്തോടുകൂടെ കടന്നു വന്ന പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വ്യത്യസ്ത വിഷയങ്ങളുമായി കർത്താവിൻ്റെ സ്ഥലം ഈ നിമിഷം കരയുന്ന കർത്താവെ സമാധാനമില്ലാതെ ആയിരിക്കുന്നവരുണ്ട് കർത്താവെ. അവരൊക്കെയും ഈ പകൽക്കാലം എൻ്റെ കർത്താവ് അങ്ങയുടെ ആണിപ്പറല കരം തൊട്ട് അങ്ങ് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മനുഷ്യർക്ക് കർത്താവെ അസാധ്യമെങ്കിലോ എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമല്ലോ കർത്താവെ. ഈ നിമിഷം കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ തന്നെ ഭരമേൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പൊന്നു കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകണമേ. ഞങ്ങളുടെ വിഷയങ്ങളുടെ മധ്യേ കർത്താവിൻ്റെ കരം നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അഭിഷിക്തദാസനെയും കുടുംബത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കൂട്ടം മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് മധ്യസ്ഥ ചെയ്യുവാൻ തൻ്റെ മകനെ കർത്താവെ ഈ ദേശത്തിൽ എൻ്റെ കർത്താവ് ആക്കി വച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും എൻ്റെ കർത്താവ് കൊണ്ടുവന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, കർത്താവ് ഇനിയും അധികമായി ബലപ്പെടുത്തണമേ, ശക്തീകരിക്കുമാറാകണമേ, ആത്മാവിൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇതുപോലെ പരിശുദ്ധാത്മാവേ അധികമായി എൻ്റെ കർത്താവ് ശുശ്രൂഷ വാതിലുകൾ തുറന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ഇടങ്ങളിൽ ഈ നാളുകളിൽ കടന്നു ചെന്ന് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കർത്താവെ കാൽ ചവിടുന്ന ദേശം, കൺപാർക്കുന്ന ദേശം കർത്താവിനോട് അവകാശം പറഞ്ഞ് നേടിയെടുപ്പാൻ തൻ്റെ ദാസനിലൂടെ അങ്ങ് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവെ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഏതൊക്കെ വിഷയങ്ങൾ നാളുകൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അതിനൊക്കെ മറുപടി തന്നെ കർത്താവെ ദാസൻ കാണുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആത്മാവിൽ ഒരുപടി കൂടെ മുന്നേറുവാൻ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കുടുംബമായി ചെയ്യുന്ന എല്ലാ വേരുകളും അനുഗ്രഹിക്കുമാറാകണമേ, ആത്മീകമായും ഭൗതികമായും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈതനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ആലയത്തിലെ പൈതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അഭിഷേകമുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പൈതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ആലയത്തിൽ പരിശുദ്ധാത്മാവേ വളർന്നു വരുന്ന അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങൾ കർത്താവേ, അവരൊരു കാലവും നശിച്ചു പോകാൻ അനുവദിക്കാതെ വേണം ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇതിനകത്തായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വർഷിപ്പ് ടീമിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കർത്താവ് എഴുന്നേൽക്കുമ്പോൾ ദൈവപ്രവൃത്തി ചലിക്കുവാൻ സഹായിക്കണമേ. ശക്തമായി ബലപ്പെടുത്തുമാറണം. ഇനിയും ധാരാളം വേദികൾ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപകരണങ്ങൾ കൈകാര്യം ചെയ്ത് തന്നെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം കടന്നു വരാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് മനസ്സലിഞ്ഞ് കർത്താവ് വരും ദിനങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ അങ്ങ് കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേക ആശുപത്രിയിലായിരിക്കുന്ന പൈതനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ രോഗത്തിൻ്റെ അവസ്ഥ പൂർണ്ണമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു പരിപൂർണ്ണ സൗഖ്യത്തെ കൊടുത്ത് എത്രയും വേഗം കർത്താവെ ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് ആലയത്തിൽ ഒരുമിച്ചായതിൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അങ്ങേ സാക്ഷീകരിപ്പാൻ കുഞ്ഞിനെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കർത്താവ് നടക്കുവാനിരിക്കുന്ന തിരുവത്താഴ ശുശ്രൂഷ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുക്കത്തോടുകൂടെ കടന്നു വന്ന പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദാസീനതയോടെ ആരും തന്നെ കർത്താവെ മേശകൾ കൈനീട്ടുവാൻ അനുവദിക്കാതെ വണ്ണം കർത്താവേ സകലരും ശോധന ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ ഇതുപോലെ പരിശുദ്ധാത്മാവേ ആലയം നിറഞ്ഞ കവിയുന്ന അളവിൽ ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർത്താവേ തൻ്റെ ജനത്തെ കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ ആരാധിപ്പാനായി കർത്താവേ തൻ്റെ ജനത്തെ കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ദിനങ്ങളിൽ അപ്രകാരം ചെയ്യുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഞങ്ങൾ വിശ്വാസക്കണ്ണാൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അപ്രകാരം ഇതിനകത്ത് സംഭവിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ കർത്താവേ ദൈവിക മഹത്വം അതിനകത്ത് വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിലെ കർത്താവേ ആലയത്തിന് കർത്താവേ ആലയത്തിന്മേലുള്ള എല്ലാ വാഗ്ദത്തങ്ങളും എല്ലാ പ്രവചന ദൂതുകളും ഈ ദിനങ്ങളിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസക്കനാൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കർത്താവ് വലിയ പ്രവൃത്തി അതിനകത്ത് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഈ ദിനങ്ങളിൽ അപ്രകാരം സംഭവിക്കട്ടെ. ഞങ്ങൾക്ക് മറ്റൊരിടം കർത്താവേ നിന്നെ ആരാധിപ്പാനായി തരുമെന്നുള്ള വാഗ്ദത്തം വേഗം നിറവേറുവാൻ സഹായിക്കണമേ. അതിനുള്ള വഴിയും വാതിലും തുറന്നു തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ ദൈവ സാന്നിധ്യം അതിനകത്ത് വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ പകൽക്കാലം കർത്താവെ ഞങ്ങൾ കേൾക്കുവാനിരിക്കുന്ന തിരുവചനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ നാഥ, ഞങ്ങൾക്ക് കർത്താവെ ഏറ്റവും പ്രയോജനകരമായി തീരാൻ സഹായിക്കണമേ. വചനം കേട്ട് കർത്താവെ നശിച്ചു പോകുന്ന മക്കളായിട്ടല്ല കർത്താവെ, ആമേൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളായി ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം നമ്മുടെ അഭിഷേകത്തിന് അതിനായി ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ കർത്താവെ ആമേൻ 3000 പേർ രക്ഷിക്കപ്പെട്ടതുപോലെ ആമേൻ പ്രസംഗം കേട്ട് കുത്തുകൊണ്ട് കർത്താവെ മാനസാന്തരത്തിൻ്റെ അവസ്ഥയിൽ ആമേൻ ജനത്തെ കൊണ്ടുവന്നതുപോലെ ഈ ദിനങ്ങളിൽ കർത്താവെ വചനം കേട്ട് നശിച്ചു പോകുന്ന മക്കളായിട്ടല്ല കർത്താവെ, നിനക്ക് വേണ്ടി നിൽക്കുന്ന കർത്താവ് ഒരു കൂട്ടം മക്കളായി എഴുന്നേറ്റ് വരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് അനേക യൗവനക്കാരെ കൊണ്ടുവരുമാറാകണമേ. നശിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ അനേക മക്കളുണ്ട് പരിശുദ്ധാത്മാവേ. ഈ ദിനങ്ങളിൽ അപ്രകാരമുള്ള ആമേൻ കർത്താവെ യൗവനക്കാരെ ഞങ്ങളുടെ ആലയത്തിനകത്ത് കൊണ്ടുവരുമാറാകണമേ. ആമേൻ കർത്താവ് ആലയത്തിന് നെടുന്തൂണുകളായി നിൽക്കത്തക്ക നിലവാരത്തിൽ ആമേൻ കർത്താവെ ദൈവത്തിന് പ്രയോജനകരമായിട്ടുള്ള മക്കളെ ഇതിനകത്ത് കൂട്ടിവരുത്തുമാറാകണമേ. നിൽക്കുന്നവർ വീഴാതെ ഉറച്ചു നിൽപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ അന്ത്യത്തോളം വിശ്വസ്തയോടുകൂടെ കർത്താവിൻ്റെ സ്ഥലം നിൽപ്പാൻ തക്കവണ്ണം ആമേൻ ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകണമേ, ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥന വിഷയങ്ങളുമത്തെയും അങ്ങയുടെ വല്ലഭത്വമുള്ള കരം ചലിക്കുമാറാകണമേ. ആമേൻ തുടർന്നുള്ള നിമിഷം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ മഹത്വം എടുത്തക്കയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മൾ പഠിക്കുവാനായി പോകുന്നത് ക്രിസ്തു യേശുവിൻ്റെ രക്തം എന്ന് പറയുന്ന വിഷയമാണ്. ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറയുന്ന വിഷയമാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് തിരുവചനം പൂർണ്ണമായി വായിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും മറക്കുവാൻ കഴിയാത്ത, നമുക്കൊരിക്കലും തള്ളിക്കളയുവാൻ കഴിയാത്ത, നമുക്കൊരിക്കലും മാറ്റിക്കളയുവാൻ കഴിയാത്തതാണ് യേശുവിൻ്റെ വിശുദ്ധ രക്തം. ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറയണം, യേശുവിൻ്റെ രക്തത്താൽ നിന്നെ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നു. അത് ഒരിക്കലും മലിനമായി എണ്ണരുത്. ഹല്ലേലൂയ. 1 യോഹന്നാൻ എഴുതിയ ലേഖനം, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇതിനകത്ത് ഇന്നായിരിക്കുന്ന ദൂരത്തുനിന്നോ ചാരത്തുനിന്നോ കടന്നു വന്ന് സഭയുടെ അകത്തായിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും പാപികളാണെന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിന്നും പാപം മാറ്റുവാൻ കഴിയാത്ത മേഖലകളുണ്ടെങ്കിൽ, ഇന്നും ദൈവിക കൽപ്പന അനുസരിക്കാതെ നിങ്ങൾ പാപപങ്കലമായ ഈ ലോക ജീവിതത്തിന് അടിമയായി ജീവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ആ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം നിന്നെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ വലിയ പദ്ധതി വെളിപ്പെടും. നീ നിന്നെ തന്നെ വിട്ടുകൊടുത്താൽ ഇന്നത്തെ ഈ ആരാധന ദിവസം നിൻ്റെ ദിവസമായി കർത്താവ് മാറ്റും. നിന്നെ പൂർണ്ണമായും തൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് നിന്നെ തൻ്റെ പ്രിയ മകനായി അല്ലെങ്കിൽ മകളാക്കി മാറ്റി നിത്യരാജ്യത്തിൽ നിനക്ക് വേണ്ടി കർത്താവ് ചില സ്ഥാനങ്ങൾ ഒരുക്കും. കാരണം ഈ വചനം അങ്ങനെ പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ഇന്ന് രാത്രി ഈ പകൽക്കാലം പഠിക്കുന്ന സമയത്ത് ബ്ലഡ് ഓഫ് ജീസസ് എന്ന ഈ വചനപ്രകാരം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലുത് നടക്കുമെന്ന വിശ്വാസത്തോടെ പ്രാർത്ഥനയോടായിരിപ്പിൻ. നിങ്ങൾ പൂർണ്ണമായും ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരാണെന്നും നിങ്ങളുടെ ഈ മൺകൂടാരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്നും നിങ്ങളെ വിളിച്ച് വേർതിരിച്ചത് കർത്താവാണെന്നും ആ കർത്താവിൻ്റെ രക്തത്താൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാണെന്നുമുള്ള തിരിച്ചറിവ് ഈ വചനങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകാൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് തിരുവചനത്തിനകത്ത് യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രയും നിങ്ങൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനകത്ത് തിരുവചനത്തിനകത്ത് പറയുന്നു, ആ വചനത്തിനകത്ത് നമ്മോട് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ പൗലോസ് അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്നത്, നാം വന്നത് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ പുണ്യാഹമായ രക്തത്തിൻ്റെ അടുക്കലാണ് വന്നിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രയും നിങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ ഹാബേൽ എന്ന് പറയുന്ന വ്യക്തിയെ നോക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിനകത്താണ്. തൻ്റെ ജ്യേഷ്ഠനിലൂടെ അല്ലെങ്കിൽ തൻ്റെ സഹോദരനിലൂടെ മരണം കൈവരിക്കേണ്ട വ്യക്തിയായിപ്പോയി ഹാബേൽ. ആദ്യത്തെ കൊലപാതകം നടന്നത് ഹാബേലിൻ്റെ കൊലപാതകമാണ്. ഹാബേലിനെ
താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന ഒരു തെറ്റു കാരണം തൻ്റെ സഹോദരൻ തന്നെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞ ശേഷം തൻ്റെ രക്തം ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ രക്തത്തെ ചൊരിയുന്നവനെ ദൈവം വെറുതെ വിടുകയില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഈ രക്തത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ ആ രക്തം ഹാബേലിൻ്റെ രക്തത്തിൻ്റെ സാന്നിധ്യത്താൽ, അല്ലെങ്കിൽ ആ സംസാരത്താൽ തൻ്റെ സഹോദരന് പിന്നീടുള്ള കാലഘട്ടങ്ങൾ ശാപവും മറ്റുള്ള കാര്യങ്ങളും വീഴുന്നത് കാണാം. അതിനേക്കാളും ഉച്ചത്തിൽ സംസാരിക്കുന്ന രക്തമാണ് യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ ശാപമായി വരുവാനല്ല, നിൻ്റെ പാപങ്ങളെ പോക്കിയെന്നും ഇന്നും ആ രക്തത്താൽ നീ ജീവിക്കുന്നുവെന്നും ആ രക്തത്തിൻ്റെ ശക്തിയാൽ, ആ രക്തത്തിൻ്റെ വിലയാൽ നിന്നെ വിലയ്ക്ക് വാങ്ങിയെന്നും ഇന്നും പിതാവിൻ്റെ മുൻപിൽ ഈ രക്തത്തിൻ്റെ ആ സാന്നിധ്യമുണ്ടെന്നും ഇന്നും നീ ചെയ്യുന്ന പാപങ്ങൾക്ക് വേണ്ടി ആ രക്തം നിന്നെ കഴുകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ രക്തം ഇന്നും നിനക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ വെറുതെ ആയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നീ ലോകപരമായിരുന്ന സമയത്ത് യേശുവിനെ അറിയുകയും യേശുവിൻ്റെ അടുക്കലേക്ക് വരികയും യേശുവിന് വേണ്ടി നിൻ്റെ ജീവിതം മാറ്റി മാനസാന്തരപ്പെടുകയും ചെയ്തപ്പോൾ നീ അറിഞ്ഞോ അറിയാതോ യേശുവിൻ്റെ രക്തം നിന്നെ ആത്മീയ മണ്ഡലത്തിൽ കഴുകി. നമുക്ക് ഭൗതിക മണ്ഡലത്തിൽ ഒരു കഴുകലും ചിലപ്പം പുറത്ത് വന്ന് കാണുകയില്ല. പക്ഷേ ആത്മീക മണ്ഡലത്തിൽ നിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടൊപ്പം യേശുവിൻ്റെ രക്തത്താൽ നിന്നെ കഴുകി, ആ രക്തത്താൽ നിന്നെ വിശുദ്ധീകരിച്ചു. നിന്നെ പരിശുദ്ധനായി, അല്ലെങ്കിൽ വിശുദ്ധനായ ദൈവത്തിൻ്റെ മന്ദിരമാക്കി തീർക്കുവാൻ ആദ്യം നമ്മുടെ മേൽ നടന്നത് യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകലാണ്. ഇന്നും ആർക്കെങ്കിലും നിന്നെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, നിൻ്റെ ജഡശരീരത്തെ നിയന്ത്രിക്കുവാനോ, നിൻ്റെ വാക്കുകളെ നിയന്ത്രിക്കുവാനോ, നിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുവാനോ, നിൻ്റെ കോപത്തെയോ നിൻ്റെ പകയോ നിൻ്റെ ദുഃഖത്തെയോ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഈ പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുത്തിട്ട്, കർത്താവേ, നീ എന്നെ വിലയ്ക്ക് വാങ്ങിയ രക്തത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിന് മേൽ ചലിക്കണമേ, എന്നെ പൂർണ്ണമായും ശുദ്ധീകരിക്കണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കി എന്നെ പൂർണ്ണമായും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നീ എപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു, ആ സമയം യേശുവിൻ്റെ രക്തം വീണ്ടും നിന്നെ കഴുകും. ആ രക്തത്താൽ നിന്നോട് സംസാരിക്കും. പ്രത്യേകിച്ച് നിന്നെക്കുറിച്ച് പിതാവായ ദൈവത്തോട് സംസാരിക്കും. ഈ രക്തത്താൽ ഇവളെയും അല്ലെങ്കിൽ ഇവനെയും ഞാൻ വിലയ്ക്ക് വാങ്ങി, ഇനി ഇവൻ പാപി അല്ല എന്ന് ഈ രക്തം നമുക്ക് വേണ്ടി മധ്യസ്ഥത നിൽക്കും. ഹല്ലേലൂയ. നമുക്ക് ഈ രക്തത്തിൻ്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത്, ക്രിസ്തീയ ജീവിതത്തിനകത്ത് യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പല രീതിയിൽ കേട്ട് ഈ രക്തത്തിന് വലിയ വിലയൊന്നും കൊടുക്കുന്ന ടീമല്ല ഇപ്പോൾ ക്രിസ്ത്യാനികൾ. പക്ഷേ തിരുവചനത്തിനകത്ത് ആഴമേറിയ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ രക്തത്തോളം വില ഉള്ള ഒരു സംഭവം ഈ ലോകത്തില്ല, അല്ലെങ്കിൽ വചനത്തിനകത്തില്ല. ഹല്ലേലൂയ. നിന്നെ വിലയ്ക്ക് വാങ്ങുവാൻ പാപം ചെയ്യാത്ത കുഞ്ഞാടായിരുന്നവൻ നമുക്ക് വേണ്ടി 2025 വർഷത്തിന് മുന്നേ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അവൻ്റെ അവസാന തുള്ളി ചോര വരെ നമുക്ക്, അല്ലെങ്കിൽ ആ രക്തം വരെ നമുക്ക് വേണ്ടി നൽകി. ഏറ്റവും അവസാനം കർത്താവിൻ്റെ ജീവൻ പോയതിനു ശേഷം അവിടെ ആയിരുന്ന ഒരു വ്യക്തി തൻ്റെ കുന്തമെടുത്ത് തൻ്റെ വിലാപ്പുറത്ത് കുത്തി എന്ന് പറയുന്നുണ്ട്. ആ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവസാനം രക്തവും വെള്ളവുമായി പുറത്തു വന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഒരു സഹോദരി തൻ്റെ പ്രസവ വേദന കഴിഞ്ഞ് കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം, അല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയത്തോടൊപ്പം അവളുടെ ശരീരത്തിൽ നിന്ന് രക്തവും വെള്ളവും വരുന്നത് പോലെ ഒരു പുതിയ ജനനം നടക്കുവാൻ, പുതിയ നിയമസഭയുടെ ജനനം നടക്കുവാൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനതുള്ള രക്തം വരെ ചൊരിഞ്ഞ കർത്താവ് ഇന്ന് ഈ പകൽക്കാലം ഇതിനകത്തുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയാണ് അവസാനതുള്ള രക്തം ചൊരിഞ്ഞതെന്നും ആ രക്തത്തിൻ്റെ ശക്തിയാലാണ് എന്നെ വീണ്ടെടുത്തതെന്നും ആ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തോടൊപ്പം ഉള്ളിടത്തോളം കാലം, ആ രക്തം എന്നോടുകൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇനി പാപിയല്ലെന്നും എനിക്കിനി പാപപങ്കലമായ ജീവിതത്തിൽ ജീവിക്കുവാൻ കഴിയില്ലെന്നും എൻ്റെ ജീവിതം ഇനി പൂർണ്ണമായും എത്ര കാലം ജീവിച്ചാലും ഈഹലോകം തീരുന്നത് വരെ ഞാൻ യേശുവിൻ്റെ മകളാണെന്നും മകനാണെന്നും അറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിനും കർത്താവിനും പൂർണ്ണമായി ഒരു ആരാധന കൊടുത്താട്ടെ. നിൻ്റെ ആരാധന ഉയരട്ടെ, ദൈവസാന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിച്ചാട്ടെ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ രക്ഷകൻ, യേശുവേ നീ എൻ്റെ കർത്താവ്, എനിക്ക് വേണ്ടി നീ ചെയ്ത വലിയ ത്യാഗത്തെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. കാൽവരി ക്രൂശിൽ ഞാൻ പാപിയായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി മരിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. എനിക്ക് വേണ്ടി നാഥ കർത്താവേ അവസാനതുള്ളി രക്തം വരെ ചൊരിഞ്ഞതിനെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞാൻ പാപിയായിരുന്നപ്പോൾ കർത്താവേ, ഞാൻ നല്ലവനാകട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല കർത്താവേ, ഞാൻ പാപിയായിരുന്നപ്പോൾ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം പാപിയായിരുന്ന എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി പുത്രനായി ഈ ലോകത്ത് വരികയും 33.5 വർഷം വരെ നാഥ കർത്താവേ ഈ ലോകത്ത് ജീവിക്കുകയും എൻ്റെ പാപത്തിന് വേണ്ടി നാഥ കർത്താവേ യാഗമായി തീർന്ന ആ നല്ല കുഞ്ഞാടിനെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. ആരാധനയ്ക്ക് യോഗ്യൻ, മഹത്വത്തിന് യോഗ്യൻ ആ കുഞ്ഞാടായതിന് കാരണം
തൻ്റെ രക്തത്താൽ അത്രേ എന്നെ വിലയ്ക്ക് വാങ്ങിയത്, ഈ സഭയെ വിലയ്ക്ക് വാങ്ങിയത്, ഇതിനകത്തായിരിക്കുന്ന നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. നിങ്ങൾ ഇനി അനാഥരല്ല, നിങ്ങൾക്കൊരു വിലയുണ്ട്. ആ വില യേശുവിൻ്റെ രക്തമാണ്. ആ രക്തത്തിൻ്റെ വിലയിടുവാൻ ഈ ലോകത്ത് ആർക്കും കഴിയുകയില്ല. നിന്റെ വില അറിയണമെങ്കിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ വില അറിഞ്ഞാൽ മതി. നിന്നെ വാങ്ങിച്ച രക്തത്തിന് ഇത്രയും വിലയുണ്ടെങ്കിൽ നീ വിലയില്ലാത്തവനല്ല, നീ വിലയില്ലാത്തവളല്ല. നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു. ഇന്നും ആ കർത്താവ് നിന്നോടൊപ്പമുണ്ട്. നിന്നെ ദ്രോഹിക്കുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ സാത്താനോ അവൻ്റെ ലോകത്തിനോ അവകാശം കൊടുക്കാതെ വേണം. ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി നിന്നെ സമർപ്പിച്ചാട്ടെ. ഈ പകൽക്കാലം യേശുവിൻ്റെ രക്തത്താൽ നിന്നെ കവർ ചെയ്താട്ടെ. യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ തന്നെ കവർ ചെയ്യുന്നു കർത്താവേ. എന്നെ തന്നെ മൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ, കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ യേശുവിൻ്റെ രക്തത്താൽ എന്നെ പൂർണ്ണമായും ആ രക്തത്തിൻ്റെ കവറിങ്ങിനകത്തേക്ക് ആക്കുന്നു. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സംരക്ഷണത്തിന് ആ രക്തത്തിലകത്താക്കുന്നു. എൻ്റെ കുടുംബത്തെ ആക്കുന്നു, എൻ്റെ കുഞ്ഞിനെ ആക്കുന്നു. എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങയുടെ രക്തം അത്രേ എന്നെ ഇത്രത്തോളം വില നൽകിയതെന്ന് ഞാൻ മനസ്സിലാക്കി കർത്താവേ എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും വിലയില്ലാത്തവരല്ല. നിങ്ങളെ ആരും സ്നേഹിക്കാനില്ല എന്ന് പറഞ്ഞാലും, ലോകാരംഭത്തിന് മുന്നേ നിന്നെ കണ്ടവൻ, 2025 വർഷത്തിന് മുന്നേ നിന്നെ സ്നേഹിച്ച് ഈ ഭൂമിലോകത്തിൽ വന്നവൻ, നിനക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ നിനക്ക് വേണ്ടി ദാനമായി തന്നവൻ, ഇന്നും പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്ന് തൻ്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, താൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ നമ്മൾ അനാഥരല്ല. നമുക്കൊരു പിതാവുണ്ട്, നമുക്കൊരു ഹെവൻലി ഫാദറുണ്ട്. ആ ദൈവം, നമ്മുടെ ദൈവം, ആ ദൈവം ഉറങ്ങാതെ മയങ്ങാതെ നമുക്ക് വേണ്ടി കാവലിരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദരി സഹോദര, നിൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന് അലട്ടുന്ന പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നീ ഇന്ന് പൂർണ്ണമായും യേശുവിൻ്റെ രക്തത്താൽ കഴുകണം. നിന്നെ തന്നെ പൂർണ്ണമായും കവർ ചെയ്യണം. ലോകത്തിൻ്റെ പുറന്തോല് നീ എടുത്ത് കളയണം. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിക്കുള്ളിൽ നീ ആകണം. നിന്നെ കവർ ചെയ്യുവാൻ ആ വിലയേറിയ രക്തമുണ്ടെങ്കിൽ, ആ വിലയേറിയ രക്തത്തിനകത്താണ് നീ ജീവിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതത്തെ പിന്നീട് തൊടുവാൻ ഇരുട്ടിൻ്റെ സാന്നിധ്യങ്ങൾക്ക് കഴിയുകയില്ല. ഈ ലോകശക്തികൾക്ക് കഴിയുകയില്ല. നിനക്കിനി ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ലോകമോഹമില്ലാതെ ജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കാരണം ആ രക്തത്തിന് അത്രയും വിലയുണ്ട്. ആ രക്തത്തിന് വിലയിടാൻ പറ്റില്ല. നിനക്ക് വിലയില്ലെന്ന് തോന്നുന്നതാണ്. ആ ദൈവം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തെക്കുറിച്ച് ആലോചിച്ചാൽ ഒരിക്കലും നമ്മൾ വിലയില്ലാത്തവരല്ല. ഹല്ലേലൂയ. നീ ഇനി ഒരിക്കലും നിൻ്റെ വായ തുറന്ന് നിൻ്റെ സങ്കടത്തിലോ വിഷമത്തിലോ പ്രയാസത്തിലോ ഭാരത്തിലോ പറയരുത് എനിക്ക് വിലയില്ല, എനിക്ക് ആരുമില്ല എന്ന് പറയരുത്. നിന്നെ വിളിച്ചവൻ, നിന്നെ തിരഞ്ഞെടുത്തവൻ നിനക്ക് വേണ്ടി ഒരു വില തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം തന്നെ അതിൻ്റെ അകത്ത് 13-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെ വായിക്കുമ്പോൾ, നമ്മളിപ്പോൾ 12-ാം അധ്യായമാണ് വായിച്ചത്. അതിൻ്റെ 13-ാം അധ്യായം 11, 12, 13 വായിക്കുമ്പോൾ ഒന്ന് വായിച്ചാട്ടെ. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം പറയുന്നു, മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. പഴയകാലത്ത് യാഗം നടക്കുന്ന സമയത്ത് പാപപരിഹാര യാഗം അല്ലെങ്കിൽ മറ്റുള്ള യാഗങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന മൃഗങ്ങളെ, കാളകളാകട്ടെ പശുക്കിടാവാകട്ടെ കുറുംപ്രാവാകട്ടെ, ഇതിനെ ഉടലിന് പുറത്തു കൊണ്ടുപോയി കത്തിച്ച് കളയും, അല്ലെങ്കിൽ അതിനെ ചുട്ടുകളയും. അതിൻ്റെ രക്തത്തെ എടുത്തുകൊണ്ട് പോയി സമാഗമന കൂടാരത്തിനകത്ത്, മേർസി സീറ്റിനകത്ത് വിശുദ്ധ രക്തത്തെ തൻ്റെ കൈവിരൽ മുക്കി തളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഹല്ലേലൂയ. ഈ രക്തം ആ വിശുദ്ധ സ്ഥലത്ത് തളിക്കപ്പെടുമ്പോൾ ഇത് കൊണ്ടുവന്ന വ്യക്തിയുടെ പാപം ക്ഷമിച്ചു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ആ ഉടല് പുറത്ത്, അതായത് നഗര മധ്യത്തിൽ അവർ പറയുന്ന അതിർത്തി കഴിഞ്ഞിട്ട് കത്തിച്ചു കളയും. നമ്മുടെ കർത്താവും ഇതുപോലെയായിരുന്നു. നമ്മുടെ പാപത്തെ വഹിക്കുവാൻ വേണ്ടി തൻ്റെ ശരീരത്തെ താൻ നഗരമധ്യത്തിൽ, അല്ലെങ്കിൽ താൻ അങ്ങനെ യേശുവും സ്വന്തം രക്ഷിതാത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. താൻ കാൽവരി ക്രൂശിൽ മരിച്ചത് നഗരവാതിലിന് പുറത്ത് വെച്ചാണ്. പക്ഷേ താൻ കാൽവരി ക്രൂശിൽ മരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കുന്നതിന് നഗരവാദത്തിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് പോയി അവൻ്റെ അടുക്കൽ ചെല്ലുക. ഹല്ലേലൂയ.
കർത്താവ് നമുക്ക് വേണ്ടി അങ്ങനെ മരിച്ചതുകൊണ്ട് ആ രക്തം നമുക്ക് വിശുദ്ധ രക്തമായി തീർന്നതുകൊണ്ട് തുടർന്നുള്ള സമയങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ അതിനകത്ത് ആ രക്തത്തിൻ്റെ വില നമുക്ക് ലഭിച്ചതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ പോകണം. കർത്താവിൻ്റെ നിന്ന ചുമന്നുകൊണ്ട് കർത്താവ് കാൽവരി കുരിശിൽ സഹിച്ച നിന്ന, ഇന്ന് നമ്മുടെ നിന്നകളെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ജഡം, ഈ ലോകത്തിലെ മോഹങ്ങൾ, ഇതെല്ലാം മാറ്റിവെച്ച് നമ്മെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ വിശുദ്ധ ജീവിതം നയിച്ച് ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു പോകണം. ആ രക്തത്തിൻ്റെ വില നമുക്ക് മനസ്സിലായെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കണം. ആ കർത്താവിനോടൊപ്പം നിങ്ങൾ ചേർന്ന് ജീവിക്കണം. എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 15 വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അതിനകത്ത് പറയുന്നുണ്ട്. പഴയ നിയമഭാഗങ്ങളാണെങ്കിലും ഇതിനെ ഒന്നും കളയാതെ വണ്ണം പൗലോസ് അപ്പോസ്തലൻ വീണ്ടും 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 ലേഖന ഭാഗങ്ങൾ എഴുതുകയും എബ്രായർക്ക് എഴുതിയ തിരുവചനം, എബ്രായർക്ക് ലേഖനം പൂർണ്ണമായും നിങ്ങൾ ഭവനത്തിൽ ചെന്ന് വായിച്ചാൽ യേശുവിൻ്റെ യാഗം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ വീണ്ടെടുപ്പ്, യേശു നമുക്ക് തന്ന വില, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായർക്ക് ലേഖനം. ഇതിനെക്കുറിച്ച് വായിക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. കാരണം എനിക്ക് ഒരു വിലയുമില്ല എന്ന് തോന്നിയപ്പോൾ, എനിക്കാരുമില്ലെന്ന് തോന്നിയപ്പോൾ, എന്നെ സഹായിക്കുവാൻ, എന്നെ നടത്തുവാൻ ആരും എന്നെ കൂടെ ഇല്ല എന്ന് തോന്നിയ സമയത്ത് ഈ ലേഖന ഭാഗങ്ങളാണ് എനിക്ക് ശക്തി നൽകിയത്. എനിക്കൊരു ദൈവമുണ്ടെന്നും ആ ദൈവം എനിക്ക് വേണ്ടി സർവ്വ പാപങ്ങളും, എൻ്റെ എല്ലാ പാപങ്ങളും, ഞാൻ അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളെയും, എൻ്റെ പാരമ്പര്യമായി വന്ന പാപങ്ങളെയും, എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആദാമ്യ പാപങ്ങളെയും, ഞാൻ അറിയാതെ ചെയ്ത പാപങ്ങളെ വരെ ക്ഷമിച്ച് താൻ എന്നെ വീണ്ടെടുത്തുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പൂർണ്ണമായി മാനസാന്തരപ്പെട്ട് ആ യേശുവിനോടൊപ്പം ചേരുവാനുള്ള സ്നാനമെടുത്ത് കർത്താവിന് വേണ്ടി ജീവിതം തുടങ്ങിയ ആളാണ്. നിങ്ങൾ ഇതിനകത്തായിരിക്കുന്ന ആരെങ്കിലും ആ യേശുവിനോട് അത്ര ആഴമേറിയ സ്നേഹമില്ല എങ്കിൽ, നിങ്ങൾ ഇന്നും ആ യേശുവിനെ അറിയാതെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസി, നിൻ്റെ ജീവിതത്തിനകത്ത് ഇന്നും കിടക്കുന്ന തകർച്ചകൾ മാറുവാൻ, ഇന്നും കിടക്കുന്ന പ്രയാസങ്ങൾ മാറുവാൻ, ഇന്ന് നിൻ്റെ ജീവിതത്തിനകത്തായിരിക്കുന്ന പോരുകൾ മാറുവാൻ, ഇരുട്ടിൻ്റെ സാന്നിധ്യങ്ങൾ നിന്നെ ഇന്നും ഫൈറ്റ് ചെയ്യുന്ന മേഖലകൾ മാറുവാൻ ആ യേശുവിൻ്റെ അടുക്കലേക്ക് പോകണം. യേശുവിൻ്റെ അടുക്കലേക്ക് പോയി നീ നിന്നെ തന്നെ ആ യാഗപീഠത്തിലേക്ക് സമർപ്പിക്കണം. അല്ലെങ്കിൽ ആ കാൽവരി കുരിശിൻ്റെ മറവിൽ നിന്നെ മറച്ച് നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചിട്ട് പറയണം, യേശുവേ, അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ ഒന്ന് കവർ ചെയ്യണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ ഒന്ന് മുദ്രയിടണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, എന്നെ പൂർണ്ണമായി. അത് ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, മുതിർന്നവരുൾപ്പെടെ ഈ സമയങ്ങളിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. നീ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകളും, നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലൂടെ വന്ന അല്ലെങ്കിൽ പാരമ്പര്യത്തിലൂടെ വന്ന തെറ്റുകളും എന്തു തന്നെയായാലും കർത്താവ് നിന്നെ പൂർണ്ണമായും ക്ഷമിക്കും. നിന്നോട് കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. ഇതിനകത്ത് പറയുന്നത് പോലെ, ഇതിനകത്ത് നമ്മളിപ്പോൾ കേട്ടതുപോലെ ദൈവ സാന്നിധ്യം അതിനകത്ത് വെളിപ്പെടും. എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 13 വരെ ഒന്ന് വായിച്ചാട്ടെ. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ഇതിനകത്ത് പറയുന്ന ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാവിൻ്റെ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡശുദ്ധി വരുത്തുന്നുവെങ്കിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താനെ നിഷ്കളങ്കനായി അർപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുരോഹിതൻ കൊണ്ടുപോയി ആ രക്തത്തെ അതിനകത്ത് തളിച്ചതിന് ശേഷം, അത് കഴിഞ്ഞ ശേഷമുള്ള ഒരു വർഷം തൻ്റെ ജനത്തിന് അല്ലെങ്കിൽ ഈ യാഗം കൊടുത്ത വ്യക്തികൾക്ക് പാപമില്ലെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ വീണ്ടും അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത ആളുകളിൽ വീണ്ടും പാപത്തിൻ്റെ ബോധം വരുമ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും യാഗം കഴിക്കണം. ഹല്ലേലൂയ. ഇന്നും ബലികൾ മാറി മാറി കഴിക്കുന്നവരുണ്ട്, ഇന്നും പശുഭസ്മം ഇടുന്നവരുണ്ട്, ഇന്നും ദൈവത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കുവാതെ, ദൈവത്തിന് വേണ്ടി ജീവിക്കാതെ, അല്ലെങ്കിൽ സത്യദൈവത്തിൻ്റെ പിന്നാലെ പോകാതെ ലോകപരമായ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ജീവിച്ച വ്യക്തിയാണ് ഞാനും. എൻ്റെ ജീവിതത്തിനകത്തും ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് പറയുന്നു, ഒരു പ്രാവശ്യം എൻ്റെ ദൈവം 2025 വർഷത്തിന് വേണ്ടി എനിക്ക് വേണ്ടി രക്തത്തെ ചൊരിഞ്ഞു. ഹല്ലേലൂയ. ഒറ്റ പ്രാവശ്യത്തെ രക്തത്തെ ചൊരിയുന്നതോടെ കൂടി ആ ബലി പൂർണ്ണമായി. എൻ്റെ ഈ ലോക ജീവിതം ഇനി എത്ര വർഷം ജീവിച്ചാലും ഞാൻ യേശുവിൻ്റെ രക്തത്തെ മലിനമാക്കാടത്തോളം കാലം, ഞാൻ വീണ്ടും പറയുന്നു, ആ വാക്ക് തന്നെ എടുത്ത് പറയുന്നു, ഞാൻ യേശുവിൻ്റെ രക്തത്തെ മലിനമാക്കാതെ ഞാൻ കർത്താവ് പറഞ്ഞ കൽപ്പന പ്രമാണിച്ച് ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ ഇനി പാപിയല്ല. ഹല്ലേലൂയ.
എനിക്ക് വർഷാവർഷം ഇനി യാഗം ചെയ്യേണ്ട ആവശ്യകത ഇല്ല. എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് 2025 വർഷത്തിന് മുന്നേ ചെയ്ത ആ യാഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നീയും പറ, നിൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്ത ആ യാഗത്തെ വിശ്വസിക്കുന്നു. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ചൊരിഞ്ഞ, എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ ചൊരിഞ്ഞ ആ രക്തത്തെ ഞാൻ വിശ്വസിക്കുന്നു. ആ രക്തത്താൽ ഞങ്ങൾ ഇനി പാപികളല്ല. ഇനി ഇരുട്ടിൻ്റെ സാന്നിധ്യങ്ങൾക്കും സ്വാധീനത്തിനും ഞങ്ങളുടെ പാപങ്ങളെ പറഞ്ഞ് വില പറഞ്ഞ് നമ്മളോട് നിൽക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പ് എന്നതൊക്കെയുമായി ആ വീണ്ടെടുപ്പ് സംഭവിച്ചു. ആ സംഭവിച്ച വീണ്ടെടുപ്പിനെ കുറിച്ച് എബ്രായർക്കെഴുതിയ ലേഖനം തന്നെ 10-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിനകത്ത് വീണ്ടും പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നു. അതായത് അതിനകത്ത് പറയുന്നു, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുകയില്ല, എന്നാൽ യേശുവിൻ്റെ രക്തത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പാപങ്ങളെ നീക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ നാളിലൊക്കെ പാരമ്പര്യത്തിലായിരുന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇപ്പോഴും ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കും പലരും. അങ്ങനെ പ്രാർത്ഥിക്കരുത്. ഞാൻ പാപിയാണ് യേശുവേ, എൻ്റെ പാപത്തെ മാറ്റണമേ. നമ്മൾ പല പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ അറിയാം, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇതൊക്കെ വെറുതെ പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ 2025 വർഷത്തിന് മുന്നേ കർത്താവ് നമ്മുടെ പാപങ്ങളെ പരിഹാരമായി യാഗമായി തീർന്നു. വീണ്ടും വീണ്ടും നമ്മൾ പാപിയാണെന്ന് പറഞ്ഞ് ഇനിയൊരു യാഗം ഇല്ല. ഹല്ലേലൂയ. ഒരു യാഗമേ ഉണ്ടായിരുന്നുള്ളൂ, അത് 2025 സ്വന്തം പുത്രനിലൂടെ ചെയ്തു. നമ്മൾ പാപിയായിരുന്നു, നമ്മെ വീണ്ടെടുത്തു. ഇനിയും നമ്മൾ പാപിയാണ് 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 പാപിയാണെന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പാപപരിഹാരത്തിനായി ഒരു യാഗവുമില്ല. ഇനി പാപിയായി നീ ജീവിച്ചാലും നിന്നെ വീണ്ടെടുക്കുവാൻ ഒരു യാഗമില്ല. എങ്കിൽ നീ കർത്താവിനെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ട് സ്നാനമെടുത്ത് പരിശുദ്ധാത്മാവിനാലും യേശുവിൻ്റെ രക്തത്താലും കഴുകി പരിശുദ്ധാത്മാവിൻ്റെ ആത്മസ്നാനം പ്രാപിക്കുവാൻ കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇനി നീ വീണ്ടും വീണ്ടും പാപം ചെയ്ത നിനക്ക് വേണ്ടി ഒരു യാഗമില്ല. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ഇനി ഒരു യാഗമില്ല. ഇനി നിനക്ക് മാനസാന്തരം മാത്രമേ വഴിയുള്ളൂ. ആ യേശുവിൻ്റെ അടുക്കലേക്ക് പോയി, കർത്താവേ ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് നീ മാനസാന്തരപ്പെടണം. വീണ്ടും വീണ്ടും പാപിയാണെന്നല്ല, ഞാൻ മാനസാന്തരപ്പെട്ടതിന് ശേഷം അറിയാതെ പാപം ചെയ്തു പോയി, കർത്താവേ അങ്ങയുടെ രക്തത്താൽ എന്നെ ഒരിക്കൽ കൂടി കഴുകണമേ എന്ന് പറയും. ഇതും വലിയ ചാൻസ് അല്ല. വീണ്ടും വീണ്ടും ഒരു ദിവസം പാപം ചെയ്തു, 2-ാമത്തെ വയസ്സും വീണ്ടും ജഡത്തിൻ്റെ പാപം ചെയ്തു, 3-ാമത്തെ വയസ്സും വീണ്ടും ചെയ്തു. ഓരോ പ്രാവശ്യം ചെന്ന് യേശുവേ ഞാൻ പാപം ചെയ്തു പോയി പാപം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കില്ല. ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞാതെ ചെയ്യുന്ന പാപങ്ങൾക്ക് മാത്രമേ ക്ഷമ ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. 2 രീതിയിലുള്ള പാപമുണ്ട്. ഒന്ന് മരണകരമായ പാപവും, ഒന്ന് വീണ്ടും രക്ഷയിലേക്ക് വരാനുള്ള പാവമുണ്ട്. 2 കാരണത്തിലുള്ള പാവമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്നില്ല. അതെന്തെങ്കിലും കർത്താവ് സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കട്ടെ. പാപത്തെക്കുറിച്ച് നിങ്ങൾ നന്നായി ബോധവാന്മാരായിരിക്കണം. ദൈവം പറഞ്ഞ കൽപ്പന വിട്ടുമാറിയതാണ് പാപം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്ന മദ്യപാനമാകാം, നിൻ്റെ വിഭചാരമാകാം, ലോകപരമായ നിൻ്റെ ബന്ധങ്ങളാകാം, നിൻ്റെ ചിന്തകളാകാം, നിൻ്റെ രഹസ്യ പരസ്യ ജീവിതമാകാം. എന്തു തന്നെയായാലും ദൈവത്തിൻ്റെ കൽപ്പന അല്ലാതെ നീ ഒരു ബന്ധം വച്ച് പുലർത്തിയാൽ, ദൈവത്തിൻ്റെ കൽപ്പന അല്ലാതെ നീ ഒരു കാര്യാദി ചെയ്താൽ, ദൈവത്തിൻ്റെ കൽപ്പന അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നീ കൈ കൊടുത്താൽ അത് പാപമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ കാണുമ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ല നിങ്ങൾ പാപിയാണോ നല്ലവരാണോ എന്നൊന്നും തോന്നുന്നില്ല. പക്ഷേ ദൈവത്തിന് നിശ്ചയമായും നിന്നെ അറിയാം. ഒന്നാമത് ഇന്ന് നമ്മൾ തിരുമത്താഴ് മേശയിലേക്ക് കടക്കുന്ന ദിവസമാണ്. ഈ മേശയിലേക്ക് പോകുന്നതിന് മുന്നേ നിൻ്റെ പാപത്തെ പൂർണ്ണമായും യേശുവിൻ്റെ രക്തത്താൽ കഴുകണം. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽക്കാലം ഒരു വലിയ വിടുതൽ പ്രാപിച്ച് കൊള്ള പങ്കിട്ട വ്യക്തിയെപ്പോലെ ഇതിനകത്തുനിന്ന് ഇറങ്ങി നീ പോകണം. കർത്താവ് നിനക്ക് തന്ന വിടുതലിനെ, സൗഖ്യത്തിനെ മറ്റുള്ളവരോട് ഘോഷിക്കുവാൻ, കർത്താവ് തന്ന വിലയെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിന്നെ ഉപയോഗിക്കുവാൻ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പ് അതുപോലെ തന്നെ നമ്മുടെ വീണ്ടെടുപ്പ് തിരു രക്തത്താലാണ്. എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം പറയുന്നു, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനത്തിന് വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. യേശുവിലൂടെ, യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ അതിക്രമങ്ങളുടെ മോചനത്തിന് വീണ്ടെടുപ്പുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിന് മാത്രമല്ല, നമ്മൾ ചെയ്ത അതിക്രമങ്ങൾക്കും വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പോടെയാണ് കർത്താവ് നമ്മെ സഭയ്ക്കകത്ത് നിർത്തിയത്. സഭയെന്ന അപ്പോസ്തലിക കൂട്ടായ്മയുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ആ ഒരു അടിസ്ഥാനത്തിനുള്ളിൽ നീയാകുന്ന വ്യക്തിയെ സഭയാക്കി മാറ്റി നിന്നെ കർത്താവ് ഇതിനകത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നത് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് ആ വീണ്ടെടുപ്പ് കാരണമാണ്. ഹല്ലേലൂയ.
എത്ര നല്ല യേശു അല്ലേ? ആണോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നില്ലേ? നിങ്ങളെന്തെങ്കിലും ചെയ്തിട്ടാണോ? നിങ്ങൾ യാഗം കൊടുത്തിട്ടാണോ? നിങ്ങൾ നേർച്ച കൊടുത്തിട്ടാണോ? നിങ്ങൾ എവിടെയെങ്കിലും പോയി ദൈവം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ദൈവം പറയാത്ത കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണോ? നിങ്ങളുടെ ശരീരങ്ങളെ മുറിച്ച് നിങ്ങൾ ചുമ്മാ ഡാൻസ് കളിച്ച് അങ്ങനെയൊന്നും അല്ലല്ലോ ദൈവം നിങ്ങളെ വീണ്ടെടുത്തത്. യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ വിശ്വാസത്താൽ രക്ഷയിലേക്ക് വന്നു. ഇന്നും നിനക്ക് വിശ്വസിക്കാം. ഇവിടെ ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ വിശ്വസിച്ചാലും മതി. കർത്താവേ, ഞാൻ അറിയാതെ ചെയ്ത തെറ്റുകൾക്ക് വരെ അല്ലെങ്കിൽ ഞാൻ ചെയ്ത അതിക്രമങ്ങൾക്ക് വരെ അങ്ങയുടെ രക്തം നൽകി എങ്കിൽ ഈ സമയം ആ രക്തത്താൽ ഒരിക്കൽ കൂടി എന്നെ കഴുകണം. ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി പോലും അറിയില്ല, നിന്നെ യേശു കഴുകും. തൻ്റെ രക്തത്താൽ കഴുകി നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി ഇന്ന് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങൾ പരിശുദ്ധാത്മാവ് ശരിയെന്ന് പറയും. പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ മന്ദിരമാക്കി നിന്നെ മാറ്റും. കർത്താവ് വലുത് നിൻ്റെ ജീവിതത്തിനകത്ത് ചെയ്യും. 1 പത്രോസ് എഴുതിയ ലേഖനം, അതിൻ്റെ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. പത്രോസ് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങളെ വീണ്ടെടുക്കുവാൻ ദൈവം കൊടുത്തത് വെള്ളിയല്ല, സ്വർണമല്ല, ലോകമല്ല, പണമല്ല, സ്വന്തം രക്തമാണ്. നിർദോഷമായ നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, നിന്നെ വീണ്ടെടുക്കുവാൻ യേശു തന്നത് സ്വന്തം രക്തമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി യേശു തന്ന ആ രക്തത്തിൻ്റെ വില നീ മനസ്സിലാക്കണം. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുക്കണില്ലേ? നമുക്ക് വേണ്ടി യേശു തന്ന രക്തത്തിൻ്റെ വില നീ മനസ്സിലാക്കണം. ഈ ലോകത്തെക്കാളും ഇന്ന് മുതൽ സഹോദരിമാരാണെങ്കിൽ സഹോദരി യേശുവിനെ സ്നേഹിക്കണം. ഹല്ലേലൂയ. പാരമ്പര്യത്തെ കളയണം, ലോകത്തെ കളയണം. യേശു ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. തൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഉറവയായി അല്ലെങ്കിൽ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇതിനകത്ത് 18-ാം വാക്യം പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദ്ദേശവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. യേശുവിൻ്റെ കാലഘട്ടം വരെ യേശുവിൻ്റെ യേശുവിൻ്റെ മരണം അല്ലെങ്കിൽ കാൽവരി കുരിശിലെ മരണം നടക്കുന്നത് വരെ അവിടെയുള്ള പള്ളിയിൽ നിന്ന്, അവിടെയുള്ള സ്ഥലത്ത് നിന്ന്, യാഗം കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു തോട് പോലെ, വലിയൊരു തോട് പോലെ ഒരു സംഭവം വെട്ടി അതിനകത്തൂടെ ആടുകളെയും കാളകളുടെയൊക്കെ രക്തം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിൻ്റെ കരയിൽ കൂടെയാണ് യേശു നടന്നു പോയതും സുവിശേഷം അറിയിച്ചതും ദൈവത്തെക്കുറിച്ച് പറഞ്ഞതും താൻ യേശു കുഞ്ഞാടാണെന്ന് പഠിപ്പിച്ചതും. താൻ നടന്നുപോയി അതിനുശേഷം കാൽവരി ക്രൂശിൽ തൻ്റെ യാഗം കഴിഞ്ഞതോടെ ഈ യാഗം നിർത്തേണ്ടി വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ രക്തത്തിൻ്റെ വില മനസ്സിലാക്കിയ ജനം ഇന്നും യേശുവിൽ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് പണ്ടാണെങ്കിൽ എന്ത് ചെയ്യാം? നീ പാപം ചെയ്തു, ഒരു കാളക്കുട്ടിയോ ഒരു കുറുമ്പാവിനെയോ ഒരു പശുക്കിടാവിനെയോ പിടിച്ചു കൊണ്ടുപോയി, ഊനമില്ലാത്തതിനെ കൊണ്ടുപോയി സഭയിൽ കൊടുത്ത് യാഗം കഴിക്കാം. ഹല്ലേലൂയ. എന്ത് എളുപ്പമല്ലേ? ഞാനും പണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിലൊരിക്കൽ പാവം കെട്ടി ഒരു സ്ഥലത്ത് പോയാൽ മതി. അത് കഴിയുമ്പോഴേക്കും ആ പാവം കഴിഞ്ഞു, തിരിച്ചിറങ്ങി വന്ന് വീണ്ടും പാവം ചെയ്യാം. ഒരു വർഷത്തേക്ക് വീണ്ടും അടുത്ത വർഷം പാവം ചെയ്യാൻ മാറ്റണമെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ഇപ്പോൾ ആ പരിപാടിയൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ മക്കൾ അറിയുവാൻ ഞാൻ വിളിച്ചു പറയുന്നു, സഭയുടെ സ്നേഹത്തോടെ വിളിച്ചു പറയുന്നു, നിനക്ക് നിത്യരാജ്യം വേണമെങ്കിൽ നീ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇനി ജീവിക്കുന്നത് വിശുദ്ധ ജീവിതം നയിക്കണം. ഇടയ്ക്കിടയ്ക്ക് പാപത്തിന് വേണ്ടി യാഗമാകുവാനും ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ടും കാര്യമില്ല. പിന്നെ നമുക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പാപമാണെന്ന് പോലും നമുക്കറിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആവശ്യ കാര്യമാണ്. മറ്റുള്ളവർക്കാണ് അത് അനാവശ്യമായിട്ട്
വരുന്നത്. നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മുടെ ആവശ്യം. മറ്റുള്ളവരുടെ കണ്ണിൽ എന്താണ്? അത് അനാവശ്യമായി കാണുന്ന പറയുമ്പോഴാണ് അത് പാപമായിട്ട് മാറും. നമ്മളെ കാര്യത്തിൽ പാപമല്ല. അതേപോലെ വചനത്തിനകത്തൂടെ നീ ചെയ്യുന്ന പ്രവൃത്തിയെ ഒന്ന് ശോധന ചെയ്ത് നോക്കിയാൽ നിൻ്റെ ആവശ്യം ചിലപ്പം വചനത്തിനകത്ത് അനാവശ്യമായിരിക്കും. അതായത് നീ പാപിയായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു പാപവും നീ വച്ച് പുലർത്തരുത്. ഹല്ലേലൂയ. ഒരു ഭർത്താവ് മാത്രം മതി എന്ന് ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു ഭർത്താവിൽ ജീവിക്കണം. ഒരു ഭാര്യ മാത്രം മതി എന്ന് പറഞ്ഞ് വചനം പഠിപ്പിക്കുന്ന ഒരു ഭാര്യയിൽ ജീവിക്കണം. മദ്യപാനം അരുത് എന്ന് പറഞ്ഞാൽ മദ്യപാനം അരുത് തന്നെയാണ്. പുകവലി, മറ്റുള്ള ശാരീരിക ബന്ധങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ലെന്ന് തന്നെയാണ്. ഓരോന്നും ചെയ്തിട്ട് അയ്യോ ഇത് എൻ്റെ ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ നീ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകുകയാണ്. ഒരിക്കലും നിന്നെ വീണ്ടെടുക്കുവാൻ ആർക്ക് കഴിയില്ല? ദൈവത്തിനും കഴിയില്ല, മനുഷ്യനാകുന്ന നിനക്കും കഴിയില്ല, ഇനി നീ പറയുന്ന അഭിഷിക്തന്മാർക്കും കഴിയില്ല. ഹല്ലേലൂയ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിന്നെ ഇരുട്ടിൻ്റെ സാന്നിധ്യങ്ങളും ലോകവും നശിപ്പിച്ച് നിന്നെ വേണ്ടാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നീ നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. അതേസമയം ഇന്ന് കേൾക്കുന്ന ഈ വചനം നിന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി നീ വിട്ടുകൊടുത്താൽ നിൻ്റെ രഹസ്യ പരസ്യ ജീവിതത്തെ ക്രമീകരിച്ച് ഇനി ഞാൻ ജീവിക്കുന്നത് വിഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടിയല്ല, ലോകമോഹങ്ങൾക്ക് വേണ്ടിയല്ല, എൻ്റെ ജഡശരീരത്തിന് വേണ്ടിയല്ല, എൻ്റെ അവസ്ഥകളെ മാറ്റുന്ന യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ യേശുവിൻ്റെ കാൽവരിക്കുറിച്ചിൻ്റെ രക്തത്താൽ നിന്നെ തന്നെ കഴുകി ഇന്ന് വിശുദ്ധീകരണം പ്രാപിച്ച് തുടർന്നുള്ള സമയങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനമെടുത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നീ ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ. കൊലോസ്യർക്ക് ലേഖനം 1-ാം അതിൻ്റെ 20-ാം വാക്യം പറയുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നെ നിരപ്പിക്കാനും പിതാവിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ. നമുക്ക് പിതാവിൻ്റെ മുന്നേ പോകുവാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. നമുക്ക് പിതാവിൻ്റെ മുന്നേ നിൽക്കുവാനോ പിതാവിനോട് സംസാരിക്കുവാനോ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ താൻ തൻ്റെ രക്തത്താൽ, യേശു കർത്താവ് തൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തത് കൊണ്ട്, എന്നെ നിരപ്പ് പ്രാപിച്ചത് കൊണ്ട്, ഞാൻ പാപിയല്ല എന്ന് തെളിയിച്ചത് കൊണ്ട്, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് പിതാവിൻ്റെ മുന്നേ നിർത്തിയത് കൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്ക് അബ്ബാ പിതാവി എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രത്തിൻ്റെ തന്നെ എന്നെ പുത്രനാക്കി മാറ്റി. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയൊന്നും പറ്റൂല. ഹല്ലേലൂയ. കാരണം ഞാൻ പുത്രനാണ്. പുത്രനെങ്കിലോ അവകാശിയുമാണ്. ഹല്ലേലൂയ. എനിക്ക് പണ്ട് പിതാവിൻ്റെ അടുക്കലേക്ക് പോകുവാൻ കഴിയില്ല. ഇന്ന് നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനുണ്ട്. ആരാണ് ഈ ലോകത്തിൽ ഏക മധ്യസ്ഥനായി? യേശു മാത്രം. മനുഷ്യനായി ജീവിച്ച് മരിച്ച് ഇന്ന് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന ഒരു മധ്യസ്ഥനുണ്ട്. ഹല്ലേലൂയ. പാരമ്പര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അനേക മധ്യസ്ഥരില്ല. ഇന്ന് ജീവിക്കുന്നത് നാളെ മരിക്കുന്നതുമായ മനുഷ്യൻ മധ്യസ്ഥനല്ല. പക്ഷേ ജീവിച്ച് മരിച്ച് 3-ാം ദിവസം കാൽവരി ക്രൂശിൽ മരിച്ച് 3-ാം ദിവസം കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുകയും ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ കാകളനാദത്തോടെ എന്നെ വിളിക്കുവാൻ, നിങ്ങളെ വിളിക്കുവാൻ തിരിച്ച് മടങ്ങി വരികയും ചെയ്യുന്ന ഒരു മധ്യസ്ഥനുണ്ട്. ആ മധ്യസ്ഥനായ യേശുവിൻ്റെ രക്തത്താൽ അത്രയേ എന്നെ നിരപ്പ് പ്രാപിച്ചത്. ആ രക്തത്താൽ എന്നെ നിരപ്പ് പ്രാപിച്ച് വിശുദ്ധ ജനമായി, കർത്താവിൻ്റെ രാജ്യമായി, കർത്താവിൻ്റെ പുരോഹിതനായി എന്നെ മാറ്റിയപ്പോൾ, എൻ്റെ മൺകൂടാരത്തെ കർത്താവിൻ്റെ ആലയമാക്കി മാറ്റിയപ്പോൾ ഞാൻ എൻ്റെ യേശുവിൻ്റെ മുന്നിലൂടെ, ആ പിതാവിലൂടെ അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിലൂടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രനായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ അങ്ങനെ വിലയ്ക്ക് വാങ്ങുവാൻ കർത്താവിന് ഹിതം തോന്നി. എന്നെ അങ്ങനെ വീണ്ടെടുക്കുവാൻ കർത്താവിന് ഹിതം തോന്നി. അതിനേക്കാളും വലുത് കർത്താവിന് ആ വെളിപ്പാട് എൻ്റെ ഉള്ളിൽ തരുവാനുള്ള കൃപ നൽകി. ഹല്ലേലൂയ. ഇന്ന് വരെ നിങ്ങളിത് കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചത് യേശു പിതാവിൻ്റെ മുന്നിൽ നിന്നെ നിരപ്പ് പ്രാപിപ്പിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ സാത്താനിൽ നിന്നല്ല വിലയ്ക്ക് വാങ്ങിയത്, ലോകത്തിൽ നിന്നല്ല, ന്യായപ്രമാണത്തിൽ നിന്നാണ് വിലയ്ക്ക് വാങ്ങിയത്. പിതാവിൽ നിന്ന്, അതായത് ന്യായപ്രമാണം വഴി പാപിയായിരുന്ന നിന്നെ ആര് വാങ്ങിച്ചു? കുഞ്ഞാടിൻ്റെ തിരു രക്തത്താൽ പിതാവിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി, അല്ലെങ്കിൽ പിതാവിനോട് നിരപ്പ് പ്രാപിച്ചു. അങ്ങനെ പറയുന്നതാണ് നല്ലത്. അതാണ് വചനം. പിതാവിൽ നിന്ന് വാങ്ങിയതിനേക്കാളും പിതാവിനോടൊപ്പം നിരപ്പ് പ്രാപിച്ചു.
നിന്നെ വിശുദ്ധീകരിച്ചു, നിന്നെ കർത്താവ് തൻ്റെ കാൽവരി ക്രൂശിലെ രക്തത്താൽ വിലക്കി വാങ്ങി ദത്തെടുത്തു. ഇന്ന് തൻ്റെ മൺകൂടാരമായി തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കി വച്ച് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്തിൻ്റെ കൃപ നൽകി. ഹല്ലേലൂയ. ഇനി നീ പുത്രനാണ്. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഇനി നീ പുത്രനാണ്. ഹല്ലേലൂയ. പുത്രനെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൻ്റെ വില കളയാതെ ജീവിക്കണം. അങ്ങനല്ലേ? ഹല്ലേലൂയ. അപ്പൻ്റെ വില കളയാതെ ജീവിക്കണം. നമ്മൾ പുത്രനാണെന്നും പറഞ്ഞിട്ട് അപ്പൻ്റെ വില കളഞ്ഞു കഴിഞ്ഞാൽ പുത്രനാവുമോ? അപ്പം വില തരുമോ? ലോകത്തിൽ അപ്പന്മാർ വില തരൂല. എന്നിട്ടാണ് പിതാവായ സ്വർഗത്തിലെ നമ്മുടെ പിതാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ വില നൽകിയ ഒരു വ്യക്തിയുടെ കുടുംബം വളർന്നത് കാണാൻ പറ്റും. അത് സാഹചര്യം കൊണ്ട് വില നൽകിയ ആളാണ്. അലക്സാണ്ടറിൻ്റെയും റൂഫാസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ തൻ്റെ ക്രൂശെടുക്കുവാൻ, അല്ലെങ്കിൽ യേശുവിൻ്റെ ക്രൂശെടുക്കുവാൻ പടയാളികൾ നിർബന്ധിച്ചു. ഹല്ലേലൂയ. യേശുവിൻ്റെ ക്രൂശ് മരണം നടക്കുകയാണ്. തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് പോയപ്പോൾ താൻ വീണ സ്ഥലത്ത് നിന്ന് ആ ക്രൂശ് എടുക്കുവാൻ ഇവർ നോക്കിയപ്പോൾ, പടയാളികൾ നോക്കിയപ്പോൾ റൂഫേസിൻ്റെയും അലക്സാണ്ടറിൻ്റെയും അപ്പനായ കുറേനക്കാരനായ ശീമോൻ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടു. താൻ വയലിൽ ജോലി കഴിഞ്ഞിട്ട് വരിക എന്ന വ്യക്തിയായിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. പടയാളികളെ പേടിച്ചിട്ടായിരിക്കാം യേശുവിൻ്റെ രക്തം പുരണ്ട ആ ക്രൂശിനെ താൻ എടുത്തു. ഹല്ലേലൂയ. അതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം, താൻ പോയത് വയലിൻ്റെ ജോലിയും കഴിഞ്ഞ് അവിടെ ഉണ്ടാക്കിയ പച്ചക്കറി എന്തൊക്കെ എടുത്തുകൊണ്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇവിടെ ഈ തിരക്കും കൂട്ടവും ഇതൊക്കെ കണ്ടത്. എന്താണെന്ന് വന്ന് നോക്കുവാൻ വേണ്ടി എത്തി നോക്കിയപ്പോഴേക്കും ഒരു വ്യക്തി ക്രൂശും എടുത്തുകൊണ്ട് വീണ് കിടക്കുന്നു. അന്ന് ക്രൂശ് മരണം സ്വാഭാവികമാണ്. അവിടെ ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു പാപം ചെയ്യുന്നവൻ എന്ത് ചെയ്യും? ക്രൂശിക്കും. നമ്മുടെ യേശു മാത്രമല്ല ക്രൂശിലേക്ക് പോയത്. പക്ഷേ യേശു പോയതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. യേശു പാപമൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റുള്ളവരെല്ലാം പാപികളായിരുന്നു. അതുകൊണ്ടാണ് കാൽവരി ക്രൂശിൽ കിടക്കുന്ന സമയത്ത് 2 കള്ളന്മാർ തമ്മിൽ സംസാരിച്ചത്. അത് യേശുവിൻ്റെ വലതും ഇടതും കിടന്ന കള്ളന്മാർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു കള്ളൻ യേശുവിനെ കുറിച്ച് പഴി പറഞ്ഞപ്പോൾ മറ്റേ കള്ളൻ പറഞ്ഞത്, നമ്മൾ ചെയ്ത തെറ്റിനാണ് ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ഒരു ശിക്ഷയും നേടാൻ, അല്ലെങ്കിൽ അവൻ ഒരു തെറ്റും ചെയ്യാതെയാണ് ഈ കാൽവരി ക്രൂശ് കാണേണ്ടി വന്നതെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെ ഈ വ്യക്തിയെ പടയാളികൾ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. തിരിച്ച് നിങ്ങൾ ആ കഥയിലേക്ക് വന്ന് നോക്കണം, അല്ലെങ്കിൽ ആ സംഭവത്തിലേക്ക് ഒന്ന് നോക്കണം. താൻ ക്രൂശ് ചുമന്ന് കൊണ്ട് വയ്ക്കേണ്ടടുത്ത് വച്ചിട്ട് തിരിച്ച് നടന്നു വന്നപ്പോൾ തൻ്റെ ശരീരം മൊത്തം എന്തായിരുന്നു കാണും? യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. തൻ്റെ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ഈ മക്കൾ കുഞ്ഞായിരുന്നു കാണും. അവർ ഓടി വന്ന് കാണും, അപ്പാ എന്ത് പറ്റി? ആക്സിഡൻറ്റ് സംഭവിച്ചോ? അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചോ? ഇതെവിടെ നിന്ന് ഈ ബ്ലഡ് വന്നു എന്നൊക്കെ ചോദിച്ചായിരിക്കും തിരിച്ചു കയറ്റിയത്. പക്ഷേ വചനത്തിൻ്റെ പിന്നിലുള്ള ഭാഗങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇവർ ഗവർണർമാരും മന്ത്രിമാരുമായി എന്നും ആ ദേശത്തിൻ്റെ ഉന്നത സ്ഥാനത്തേക്ക് പോയെന്നും പറഞ്ഞതുപോലെ നീയും ഞാനും യേശുവിൻ്റെ രക്തം ചുമക്കുന്നവരാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുകയില്ല, നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുകയില്ല. ഈ നാളുകളിൽ ഒരു കൂട്ടം തലമുറകൾ നശിച്ചു പോകുന്ന മാതാപിതാക്കളെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, നിൻ്റെ കുഞ്ഞ് രക്ഷയിലേക്ക് വരണമെങ്കിൽ, നിൻ്റെ കുഞ്ഞ് നേരായ പാതയിൽ നടക്കണമെങ്കിൽ നീ ആ യേശുവിൻ്റെ രക്തം ചുമക്കണം. ആ രക്തത്താൽ നിന്നെ തന്നെ കഴുകണം. ആ രക്തത്തിൻ്റെ വില നീ എന്താണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ജീവിച്ച, അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം കിട്ടിയ വ്യക്തിയാണ് ആര്? കുറേനക്കാരനായ ശീമോൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.